ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സാബു ജോസഫ്. നമ്മുടെ ക്ലാസ്സിൽ, അതായത് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ലഭിച്ചിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാരണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇതേപോലെ തന്നെ നിങ്ങൾക്കും അവസരമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവയെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് സമ്പത്തും അതുപോലെ വിവിധ മാർഗങ്ങളുടെ പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുള്ള വഴികളും തുറന്നു കിട്ടുന്ന നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കരഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള മറ്റു പല വഴികൾ ഓപ്പൺ ചെയ്ത് കിട്ടുന്ന നിങ്ങൾ കാണാതെ പോകുന്നു, അറിയാതെ പോകുന്നു. നമ്മുടെ ബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് നേടിത്തരാനുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയൊക്കെ നിങ്ങളിലേക്ക് അടുപ്പിച്ചു തരാനായിട്ട് ശക്തിയുള്ള ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബാധ്യത എത്ര വലിപ്പമുള്ളതാണെങ്കിലും, നിങ്ങളുടെ പ്രതിസന്ധി എത്ര വലിപ്പമുള്ളതാണെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ വലിയ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, ഇതെല്ലാം രമ്യതയിലാവാൻ നിങ്ങൾക്ക് സമ്പത്തിന്റെ പല വഴികൾ തുറന്നു കിട്ടാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയൊക്കെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അടുപ്പിച്ചു തരും. അത് നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വസിക്കുക. പക്ഷേ എങ്ങനെയാണ് അത് അടുപ്പിച്ചു തരുമ്പോ നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ, നിങ്ങൾ ആപ്പിൾ ഫോണാണെന്ന് വിചാരിക്കുക, ഐഫോൺ. ഏറ്റവും വില കൂടിയിട്ടുള്ള ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വില കൂടിയിട്ടുള്ള ഐഫോൺ 16 ആണെന്ന് വിചാരിക്കുക. ഈ ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ കൂടി ഈ ഫോണിന്റെ ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ വന്നാൽ കിട്ടുമോ? മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പോ നിങ്ങളുടെ ആ വില കൂടിയ ഫോണാണെങ്കിലും ആ ഫോണിന്റെ ബാറ്ററിയിൽ ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾ വിലയേറിയ ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, ശരിയല്ലേ? നിങ്ങളുടെ നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ലോകത്തെ ഏറ്റവും നല്ല ബ്രാൻഡ് ഫോണാണ്, എല്ലാം ശരി തന്നെ. പക്ഷെ അതിന് ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വിളിച്ചാൽ കിട്ടുമോ? എന്നതുപോലെ തന്നെയാണ് നിങ്ങൾ കരഞ്ഞും വിഷമിച്ചും വിലപിച്ചും ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയും തുറന്നു കിട്ടില്ല. നിങ്ങൾ ശാന്തമായിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കിയാലും നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടുള്ളൂ. ഇതൊരു സയൻസാണ്, സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്റെ കൂടെ ക്ലാസ്സുകളിൽ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവരുടെ ജീവിതത്തിൽ അപ്പാടെ ജീവിതം മാറിയ അനുഭവങ്ങൾ. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ക്ലാസ് റൂമിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ട്. അവരുടെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോ അതുപോലെ നിരന്തരം ഓരോ ദിവസവും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അത്ഭുതങ്ങളുടെ പെരുമഴയാണ് സംഭവിക്കുന്നത്. ഞാൻ എന്തിനാണ് ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വഴിമുട്ടി നിൽക്കുന്ന, പ്രതിസന്ധിയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു വഴി തുറന്നു കിട്ടാൻ എന്താണ് മാർഗം എന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന നിങ്ങളെ വേണ്ട രീതിയിലൊന്ന് ഒരുക്കേണ്ടതായിട്ട് വരും. നിങ്ങളിലേക്ക് ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ വരാനായിട്ട് നിങ്ങളിലുള്ള ഈ ബ്ലോക്കുകൾ ഒന്ന് മാറ്റണം. നിങ്ങളുടെ ഈ ബ്ലോക്കുകൾ മാറിക്കഴിഞ്ഞാലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങളുടെ മൊബൈൽ എത്ര വില കൂടിയ ഫോൺ ആണെങ്കിൽ അതിന് ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും നിങ്ങളിലേക്ക് കിട്ടില്ല, ഒരു സിഗ്നലും നിങ്ങളിലേക്ക് കിട്ടില്ല, നിങ്ങളിലേക്ക് ഒരു കോളുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നെറ്റ് ഓപ്പൺ ആവില്ല, ഇല്ലേ? ശരിയല്ലേ? ഫോൺ ഓഫ് ആയിരിക്കും. നിങ്ങൾ വില കൂടിയ ഫോണാണ് ഇരിക്കുന്നത്. എന്നതുപോലെ പലരും പറയാറുണ്ട്, സാറേ ഞാൻ ആ ടെക്നിക്ക് ചെയ്തു, സാറേ ഞാൻ സാറിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടു, ഈ ടെക്നിക്ക് ചെയ്തു, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട് വിളിച്ചിട്ട്. എന്താണ് റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം? ആ കണ്ട ടൂൾസ്, ആ കണ്ട ടെക്നിക്ക്, നിങ്ങൾ ചെയ്തിട്ട് ടെക്നിക്കിന്റെ പോരായ്മ കൊണ്ടല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ വ്യക്തികൾക്കും 100%, 200% റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോ അതിനെന്ത് വേണം? നിങ്ങളിലുള്ള ഒരുപാട് നെഗറ്റീവ് ബ്ലോക്കുകളുണ്ട്, അതിന് നീക്കം ചെയ്തേ പറ്റും. ഞാൻ ആദ്യം ഒരു 5 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയിരിക്കുമ്പോൾ നിങ്ങൾ നിരന്തരം നിങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലാവുണ്ടോ? അതായത് 5 things to avoid that can block you from manifesting what you want in life എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുകയാണ്. ഓക്കെ,
അത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത്. നമ്പർ 1 ഞാൻ പറഞ്ഞുതരാം. നെഗറ്റീവ് സെൽഫ് ടോക്ക്. നെഗറ്റീവ് സെൽഫ് ടോക്ക്, അതായത് ഡൗട്ടിങ് യുവർ സെൽഫ് ഓർ കോൺസ്റ്റന്റ്ലി ഫോക്കസിങ് ഓൺ വാട്ട് കുഡ് ഗോ റോങ് വീക്ക്നെസ് യുവർ മാനിഫെസ്റ്റിംഗ് എനർജി. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, അതായത് എന്നെ കൊണ്ട് അത് സാധിക്കുന്നു എന്നല്ല, എനിക്ക് ഒരു വഴിയും തുറന്നു കിട്ടുന്നു എന്നല്ല, ഞാൻ വിചാരിച്ചത് നടക്കും തോന്നണില്ല, ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടും നടക്കണില്ല. ഇത് ഇങ്ങനെ നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എവിടേക്കാ പോകുന്നത്? നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ ആവർത്തിച്ച് മനസ്സിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, ആവർത്തിച്ച് കൊടുക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നെഗറ്റീവിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ എനർജിയാണ്. ആ നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ താഴ്ന്നു നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന വീണ്ടും വീണ്ടും കടബാധ്യതകളും ദുരന്തങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഈ നെഗറ്റീവ് ചിന്തകൾ പാടില്ല. മറിച്ച് അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്താ ഈ പറഞ്ഞത്, എങ്ങനെ ഞാൻ ചിന്തിക്കാതിരിക്കും? നാളെ രാവിലെ ആള് വരും വീട്ടില്, ഞാൻ എവിടുന്ന് ക്യാഷ് കൊടുക്കും? അത്രയും പ്രതിസന്ധിയിലാണ് ഞാൻ. 15 പവൻ ഒരാൾക്ക് കടം കൊടുത്തു, അവൾ ഇന്ന് വരെ തന്നിട്ടില്ല, 5 വർഷമായി. എന്നോട് പറയുന്ന ഓരോ സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇതിനെല്ലാം പരിഹാരമുണ്ടാകും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇത് പ്രൂവനാണ്, തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഞാൻ 2-3 നേരം കൊണ്ടൊന്ന് പറയിപ്പിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള, നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള, രണ്ടാമത് അഡ്വാൻസ് ലെവലിലുള്ള ഒരുപാട് ഇന്നർ ചൈൽഡ് ഹീലിംഗും ചക്ര ബ്ലോക്കൊക്കെ മാറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള അഡ്വാൻസ് സെഷൻ ആയിട്ടുള്ള ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളവരും ഈ ക്ലാസ്സിലുണ്ട്. ഞാൻ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിനെ കുറിച്ച് മാത്രം അതിൽ പങ്കെടുത്ത ചിലരുടെ അനുഭവം ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ബീന മാം ഉണ്ടല്ലോ, ഒന്ന് പറയാമോ? എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞേ, ഇവരൊക്കെ ഒന്ന് കേൾക്കട്ടെ. കാരണം കുറച്ചു പേർക്കൊരു പലർക്കും സംശയമാണ്, ഇതൊക്കെ നടക്കുമോ, എങ്ങനെ, ഞാൻ എന്ത് ചെയ്യും എന്ന്. അപ്പൊ നിങ്ങളുടെ ഒരു അനുഭവം ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വന്നിട്ട് കിട്ടിയിട്ടുള്ള സക്സസ് എന്തൊക്കെയാണ് ഒന്നൊന്ന് പറഞ്ഞേ, ഒന്ന് കേൾക്കട്ടെ. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ്. പരിചയപ്പെടുത്തിട്ട് പറഞ്ഞോളൂ, ആരാണ് എന്താണെന്ന് പരിചയപ്പെടുത്തിട്ട്. എന്റെ പേര് ബീന മരിയദാസ്, ഞാൻ എറണാകുളത്ത് നിന്നാണ്. പിന്നെ എനിക്കറിയില്ല എങ്ങനെ പറയണമെന്നുള്ളത്, അത്ര ഭയങ്കര ലൈഫിൽ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യം ഞാൻ സാറിന്റെ കേട്ടുകൊണ്ടിരുന്നിരുന്നത്. ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടെ ഭയങ്കര ചേഞ്ചസ് വന്നു തുടങ്ങി. എനിക്ക് കിട്ടുന്ന പ്രോജക്ട്സ് ലൈക്ക് ഓൺലൈൻ ബിസിനസ് ഭയങ്കര പ്രോസ്പർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നു തുടങ്ങി. അതിനുശേഷം പിന്നെ എനിക്കറിയില്ല, കുറെ ക്യാഷ് നമുക്ക് വേണ്ട സമയത്ത് നമ്മുടെ ബാങ്കിലേക്ക് ആ ക്യാഷ് എത്തുകയാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഓരോ ദിവസം, ഇത് എങ്ങനെ ഇത് വരുന്നത്, ഇത് എവിടുന്നാ വരുന്നത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ എന്റെ സ്ഥലത്തിന് വീടുണ്ട്, ഒരു വില്ല. അതിനകത്ത് ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, നിലം പുരയിടമാക്കുന്നതിന്റെ, അത് 4 വർഷമായിട്ട് നമ്മൾ കൊടുത്തിട്ട് ഇതുവരെ ആയിട്ടില്ല. നമ്മൾ അതിന്റെ പുറകെ ഉണ്ട്, പക്ഷെ നമുക്ക് ആവുന്നുണ്ടായില്ല. ഞാൻ ഇതെല്ലാം എഴുതി വെച്ചിരുന്നു, സാറിന്റെ ടെക്നിക്സ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ ബോട്ടിലിൽ അതൊക്കെ എഴുതി വെച്ച് ആ വെള്ളം കുടിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട്. അങ്ങനെയൊക്കെ ചെയ്ത് അത് എന്തൊക്കെയാണ് എഴുതി വെച്ചെന്ന് എനിക്കും സത്യം പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് അത് എടുത്തയച്ച് നോക്കുമ്പോ ഉണ്ട് അതൊക്കെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അത് പിന്നെ നമുക്കത് അപ്രൂവൽ ആയിട്ടോ അത് ഇങ്ങനെ റെഡിയായി. ഓ ഗോഡ്, ഓരോ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോ അഫർമേഷൻസ് എഴുതലും അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതലും, അവിടെയാണ് നമ്മുടെ വിജയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സേ മാറിപ്പോവാണ്. നമ്മൾ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ അതിന്റെ ആ പാതയിലൂടെ തന്നെ സഞ്ചരിക്കാൻ ശ്രമിക്കണം. വാക്കുകൾ എപ്പോഴും നമ്മൾ ഇപ്പൊ പറയുമ്പോഴും ചിലപ്പോൾ വരാറുണ്ട്, പക്ഷെ കഴിയുന്നതും അത് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ട് അത് മാറും. റൂട്ടീനിൽ അങ്ങനെ അങ്ങോട്ട് പോകും. ഇപ്പോ ഞാൻ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ ആ വേർഡ് പറയല്ലേ എന്ന് പറയാറുണ്ട്. അപ്പൊ അതെന്താ അങ്ങനെ? ഞാൻ അതിന് പറയേണ്ട വേർഡ് ഉണ്ട്, അത് നിങ്ങൾ പറയൂ, അപ്പോഴത്തേനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഇപ്പൊ എന്നെ ബീന മാഡം എന്റെ സാബു സാറല്ലേ, ബീന മാഡം എന്റെ ഗുരുവാന്നാണ് ഇപ്പൊ ഓരോരുത്തർ പറയുന്നത്. നമ്മൾ പറയുമ്പോ അവരൊക്കെ ഈ ക്ലാസ്സിൽ ഇതിൽ കയറിയിട്ടുണ്ടോന്ന് എനിക്ക്
ഞാൻ അയച്ചിരുന്നു എല്ലാവർക്കും. പക്ഷെ അത് ഓരോരുത്തരും അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര മിറക്കിളാവോ, ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അത്ഭുതത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ ഇപ്പൊ ഈ സ്ഥലം നിലം പുരയിടം ആയി കിട്ടിയതിന്റെ പിറ്റേ ദിവസത്തെ കോള് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയാണ്, ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, ആ ഫ്രണ്ട് വിളിച്ചിട്ട് പറയാണ്, ഈ വീട് നിങ്ങൾ വിറ്റ് പോയോ, അത് വിൽക്കാനായിട്ട്. അപ്പൊ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല വിറ്റ് പോയിട്ടില്ല, അത് ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഒരു ബയർ ഉണ്ട്, നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ നോക്ക്, സെക്കൻഡ് അതിനേക്കാളും വലിയ, എനിക്ക് അറിഞ്ഞുവിടാ സാർ എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുവിടാ. അതേപോലെ നന്ദി ഇവിടെ ഇങ്ങനെ ബുക്ക് ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇന്ന് എനിക്ക് വേറൊരു വലിയ പ്രോജക്റ്റ് വേറെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഓൺലൈൻ ബിസിനസ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ്ലി വന്നോണ്ടിരിക്കുകയാണ്. സോ ഐ എം സോ ബ്ലെസ്ഡ് ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്. ഭയങ്കര സന്തോഷം. അപ്പൊ എല്ലാരും തന്നെ നമ്മൾ ഇതിനകത്ത് കേട്ടാൽ മാത്രം പോരാ, ഇത് പ്രാക്ടീസ് ചെയ്യണം. ശരിക്കും ആ പ്രാക്ടീസിലൂടെ തന്നെ നമുക്കത് പറയണത് ആ 90 ഡേയ്സ് തന്നെ ചെയ്യണം. അത് നമ്മുടെ റൂട്ടീനായി, പിന്നെ നമ്മളത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാനേ പറ്റില്ല. എവിടെ പ്രോബ്ലം വരുന്നത്, ഇപ്പൊ ക്ലാസ്സിൽ കയറിയിരുന്നു, ഗോൾഡ് ക്ലാസ്സിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ക്ലാസ് കയറി കഴിയുമ്പോഴാണ് കുറേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ആ ചേഞ്ച് വരുന്നത്. നെഗറ്റീവ് ആ പേഴ്സണെ മാറി പോസിറ്റീവ് പേഴ്സൺ മാറാൻ സാധിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും അത് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ സാറിന്റെ ക്ലാസ്സസ് ഒന്നും തന്നെ മിസ് ചെയ്യരുത്. കേൾക്കുക, ദിവസം തോറും കേട്ടതാണെങ്കിലും വീണ്ടും കേൾക്കുക. അപ്പൊ നമുക്ക് അന്നേരം അപ്പോഴായിരിക്കും നമുക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി നല്ല സന്തോഷം. വെരി ഗുഡ്, താങ്ക് യു ബീന മാം. അപ്പോ ഇതാണ് നമ്മൾ ഓരോരുത്തർ, ഇടയ്ക്ക് വോയിസ് നെറ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കും, ശരിക്കും വോയിസ് മുറിഞ്ഞു പോയി, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് അറിയില്ല. ബീന മാം ഇതുപോലെ വരുമ്പോൾ, ക്ലാസ്സിൽ വരുമ്പോൾ, നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ വരുമ്പോൾ അത്രമേലൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ള അത്രമേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇതിലേക്ക് വന്ന 1-2 ദിവസം ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല. യെസ്, അതെ, ഒരുപാട് പേര് അങ്ങനെയാണ്. ക്ലാസ് വരുമ്പോ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ അത് സ്വാഭാവികമാണ്. പക്ഷെ ക്ലാസ് മുന്നോട്ട് പോകും തോറും അവരിലെ നെഗറ്റീവ് ബ്ലോക്കുകളെല്ലാം ഓരോ ദിവസം തോറും അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അവരിലേക്ക് ബ്ലെസ്സിങ് വരാൻ തുടങ്ങിക്കൊണ്ട്, ഇപ്പൊ ബീനമാം ഒരുപാട് ഓൺലൈൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു, അതൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ഗ്രോ ചെയ്തു വരുന്നു. അവരുടെ ഒരു വീട് വിൽക്കാനിട്ടിരിക്കുന്ന വീട്, അത് ഇപ്പോ നേരത്തെ ഒരുപക്ഷെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമായിരുന്നിരിക്കാം. ഇത് പ്രതീക്ഷിക്കാതെ അത് വാങ്ങിക്കാൻ ആള് വരുന്നു, ഇങ്ങോട്ട് വിളിച്ചു വരുന്നു. ഓക്കെ, നിലം പുരയിടമാക്കാനായിട്ടുള്ള രീതിയിൽ കുറെ വർഷങ്ങളായിട്ട് കൊടുത്തിട്ട് നടക്കാത്ത കാര്യം, അതിപ്പോ സന്തോഷകരമായിട്ട് ന്യൂസായിട്ട് വരുന്നു. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും സംഭവിക്കുന്നത്. ഈ ഒരു സന്തോഷത്തിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. അല്ലാതെ ഞാൻ എന്റെ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന, അല്ലെങ്കിൽ എല്ലാവരും, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറില്ല, എന്റെ കൺമുന്നിൽ വരുന്ന ഓരോ വ്യക്തികളെയും ജീവിതത്തിന്റെ അവരെന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ അവരെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സക്സസിലേക്ക്, അവർ ആഗ്രഹിക്കുന്ന സ്വപ്ന ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ്. നിങ്ങൾ എന്റെ കൈപിടിക്കാൻ തയ്യാറായാൽ മതി. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു ക്ലാസ് ആണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബ്ലോക്ക് ആണെങ്കിലും, എന്ത് പ്രതിസന്ധികളാണെങ്കിലും, നിങ്ങൾക്ക് അതെല്ലാം മാറ്റി നിങ്ങളിലേക്ക്, ഇതെല്ലാം മാറിക്കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക്, നമുക്കറിയാം, നമ്മുടെ ഒരു വാഷ് ബേസിൻ അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് ഏതെങ്കിലും ഒരു പൈപ്പ് ലൈൻ ബ്ലോക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുക? അത് വെള്ളം നിറഞ്ഞ് വേസ്റ്റ് വാട്ടർ ഡ്രൈനേജ് ഒക്കെ നിറഞ്ഞു വരും, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതിനെ പഴിച്ചുകൊണ്ടിരിക്കുകയല്ലോ, സാറേ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അതിനെന്താ പരിഹാരം തേടുകയല്ലേ ചെയ്യുന്നത്? അതിന് പരിഹരിക്കാൻ പറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആരെങ്കിലും വിളിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? ആ ഡ്രൈനേജ് ഒന്ന് കുത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ആ വെള്ളം അത് പോയി ആ ഭാഗം ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ബ്ലോക്കുകളെ മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക്, ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പല വഴിക്ക് സമ്പത്തിന്റെ വഴികൾ ഓപ്പൺ ആയി കിട്ടുന്നേ. നിങ്ങൾ സ്വപ്നം കാണാത്ത വഴിയിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് പണം വരുന്നത്. നിങ്ങളുടെ കടം തീർക്കാൻ പറ്റും, ബാധ്യതകൾ തീർക്കാൻ പറ്റും, നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ മാറിക്കിട്ടും.
നിങ്ങളുടെ വീട് സ്വർഗമായി തീരുന്ന അവസ്ഥ വരും. നിങ്ങൾക്ക് 24/7 ഹാപ്പിനെസ് വരും. നിങ്ങൾ ഇതുവരെ കരഞ്ഞ് വിഷമിച്ചിരുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ഹാപ്പിനെസ് വരാൻ തുടങ്ങും. ഓക്കെ. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമായിട്ട് വഴക്കിലും വൈരാഗ്യത്തിലും ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ അതെല്ലാം രമ്യതയിലേക്ക് വരും. ഇതെല്ലാം തന്നെ ഈ ക്ലാസിന്റെ റിസൾട്ടുകളാണ്. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി നിങ്ങളെ തേടി വരും. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്ഥലം, നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പല വഴിക്ക് നോക്കിയിട്ട് വിൽക്കാൻ പറ്റാവുന്ന സ്ഥലമാണെങ്കിൽ അത് വിൽക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ. അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ക്ലാസ്സാണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധിയെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിന് പരിഹാര മാർഗത്തിലേക്കുള്ള വഴി തുറന്നാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് വരൂ. നിങ്ങൾക്ക് ജീവിത വിജയം 100%. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് 200% ഗ്യാരണ്ടി തരുന്ന കോഴ്സാണ് ഞാൻ തരുന്നത്. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിങ്ങൾ വന്ന പോലെ ഒരു റിസൾട്ടും കിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പരിഹാരം ഉണ്ടാക്കും. അങ്ങനെ ഒരാൾക്കും ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു റിസൾട്ടും കിട്ടാതെ വന്നതുപോലെ ഇരിക്കുന്ന അവസ്ഥ ഒരാൾക്കും ഉണ്ടായിട്ടില്ല. അപ്പൊ അത്രയും ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരും ക്ഷണിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ വിജയിക്കണം. എനിക്ക് എൻ്റെ പ്രശ്നം പരിഹരിക്കണം, എൻ്റെ പ്രതിസന്ധിയിൽ എനിക്ക് പുറത്തു കിടക്കണം, എനിക്ക് കരച്ചിലും വിഷമങ്ങളും പ്രതിസന്ധികളുമാണ് വർഷങ്ങളായിട്ട്, എൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രശ്നമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാവണം. നിങ്ങൾ തയ്യാറായാൽ മാത്രം. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വിശപ്പിനെ കുറിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ഭക്ഷണത്തെ പറ്റി നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണിയെ പറ്റി ഇങ്ങനെ ഘോരം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ വിശപ്പ് മാറില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബിരിയാണി എടുത്ത് കഴിക്കണ്ടേ? വേണ്ടേ? അത് കഴിച്ചാലല്ലേ നിങ്ങൾക്ക് വിശപ്പ് മാറുള്ളൂ. അതിന് തയ്യാറാതെ അതൊന്നും പറ്റൂല, ഞാനിങ്ങനെ ഇരിക്കുള്ളൂ, ഞാനിങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊന്ന് തയ്യാറാവുക. നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ വെറും വാക്ക് പറയുകയല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാകും. നിങ്ങൾക്ക് ഓപ്പണിംഗ് വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായിട്ട് മാറും. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം എന്റെ ക്ലാസ്സിൽ പങ്കെടുത്തുള്ള നിരവധി പേരുണ്ട്. എല്ലാവരെ കൊണ്ട് അഭിപ്രായം പറയിക്കാൻ, അവരുടെ അനുഭവം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയിപ്പിക്കാത്തത്. പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതുപോലെ നോൺ സ്റ്റോപ്പായിട്ട് അവർ മൈക്ക് മ്യൂട്ട് ചെയ്യില്ല. ഈ ക്ലാസ് എനിക്ക് പറയാൻ പറ്റൂല, അവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അനുഭവങ്ങൾ. ശരിയല്ലേ? കണ്ടോ, ഇപ്പൊ തന്നെ വീണ്ടും പറഞ്ഞ സാർ ഒരു കാര്യം കൂടി പറയാനുള്ളത്. കാരണം സന്തോഷം എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഓരോരുത്തർക്കും. അപ്പോ ആ ഒരു സന്തോഷത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. നിങ്ങളും ആ സന്തോഷം അനുഭവിക്കണം. ജീവിതത്തിന്റെ സന്തോഷവും സുഖവും സമാധാനവും, നിങ്ങളുടെ ബാധ്യതകൾ തീർന്ന് സമാധാനവും സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങിക്കിട്ടും ഈ ക്ലാസ്സിലൂടെ, നിങ്ങളുടെ എല്ലാ ബ്ലോക്കുകളും മാറ്റിയിട്ട്. ഓക്കെ. അപ്പോ നിങ്ങളത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ അടുത്ത ക്ലാസ് ഈ ശനിയാഴ്ചയാണ്. ഇന്നിപ്പോ ബുധനാഴ്ച, വ്യാഴം വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച 8 മണിക്കാണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് അടുത്ത ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് സീറ്റുകൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇനിയും വൈകിട്ടില്ല, നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ പങ്കെടുക്കാം. അതിന് ചെറിയ ഫീസ് ഉണ്ട്. 1499 രൂപയാണ് ഫീസ് ഉള്ളത്. നിങ്ങൾ ആ ഫീസിന്റെ 100 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് പണം ഒഴുകി വരാവുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് തുറന്നു കിട്ടും. അതാണ് ഞാൻ തരുന്ന ഗ്യാരണ്ടി. ഓക്കെ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ കടബാധ എത്ര വലുതായിക്കോട്ടെ. ഇപ്പോ എന്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പങ്കെടുത്ത ഒരാളുടെ കാര്യം 8 കോടി രൂപയാണ് കടബാധ്യത. 8 കോടി. ഓക്കെ. ഈ 8 കോടി രൂപ കടബാധ്യത അവര് ആ ജീവിതം ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ്. ജീവിതം വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ജീവിതം ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് ആ അവസ്ഥയിലാണ് കരഞ്ഞ് വിഷമിച്ച് എൻ്റെ ക്ലാസ്സിൽ വരുന്നത്. ഞാൻ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്തു, സംസാരിച്ചു. ഞാൻ എല്ലാം കാര്യം പറഞ്ഞു കൊടുത്തു. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഇന്ന് അവരുടെ പ്രശ്നങ്ങൾ 90% അവർക്ക് തീർക്കാൻ കഴിഞ്ഞു. അവർ പറയുന്നത് ഈ പണം എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കറിയില്ല. അതുപോലെ എനിക്ക് ആ പൈസ അടയ്ക്കേണ്ട സമയത്ത്, കൊടുക്കാനുള്ളവർക്ക് കൊടുക്കേണ്ട സമയത്ത് പണം പല വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഇതുവരെ സഹായിക്കാനില്ലാത്ത ആളുകൾ സഹായിക്കുന്നു. പല വഴികൾക്ക് ലോൺ ഓപ്പൺ ആയി കിട്ടുന്നു. ഇങ്ങനെ നിരന്തരം അവർ ജീവിത സന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ആ സന്തോഷം അനുഭവിക്കണ്ടേ? നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരണ്ടേ? അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് വരൂ. നിങ്ങളുടെ എല്ലാ ബ്ലോക്കുകളും ഞാൻ മാറ്റിത്തരാം. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നെഗറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങൾ നിരന്തരം, ഞാൻ ബീരമാവിന് പറയാൻ സമയം തരാട്ടോ. നെഗറ്റീവ് സെൽഫ് ടോക്ക് നമ്മൾ പറയാതിരിക്കുക. നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിയില്ല, എനിക്ക് സാധിക്കില്ല എന്ന് പറയാതിരിക്കുക. അത് നിങ്ങളുടെ
നിങ്ങളിലേക്ക് പണം വരുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അനുഗ്രഹം വരുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് ടോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ചേഞ്ച്. നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സ് വരില്ല. പലർക്കും ആ അവസ്ഥയിൽ വിഷമിച്ച് ആ സങ്കടത്തെ താലോലിച്ച് കഴിഞ്ഞ കാലഘട്ടത്തെ ആലോചിച്ച് അതിനെക്കുറിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കാനാണ് പലർക്കും താല്പര്യം. അതിൽ നിന്നും ഒരു പുതിയ അവസ്ഥയിലേക്ക് ഞാൻ മാറണം എന്ന് ചിന്തിക്കുന്നിടത്ത് പലർക്കും ഒരു ഭയം, ഓക്കെ, ഒരു ഡൗട്ടാണ് വരുന്നത്. അതായത് ഹോൾഡിങ് ഓൺ ടു കംഫർട്ട് സോൺസ് സ്റ്റോപ്സ് യു ഫ്രം അലൈനിങ് വിത്ത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. പുതിയ അവസരം വന്നാലും അതിലേക്ക് കടക്കാൻ അവർക്ക് പേടിയാണ്. അയ്യോ, അതിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വിജയിക്കാൻ പറ്റുമോ, എനിക്ക് സാധിക്കുമോ, ഇതെനിക്ക് വിജയിക്കാൻ വേണ്ടി വന്നേക്കണ അവസരമാണോ, ഇങ്ങനെ സംശയങ്ങളാണ്. അതുകൊണ്ട് എന്ത് പറ്റും, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരേണ്ടി വരും. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റി വിൽ കം വൺസ് ഇൻ എ വൈൽ എന്ന് പറഞ്ഞാൽ അവസരം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് തരുന്ന ഓപ്പണിംഗ് അവസരം എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒരിക്കൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ അവസരത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ പിന്നീട് ദൈവം ആ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെന്ന് വരില്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന ഒരു അവസരമാണ് ഈ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ട് നിങ്ങളുടെ കൈപിടിച്ച് നടത്താൻ, നിങ്ങളുടെ ഏത് വിഷമസന്ധിയിലും പ്രതിസന്ധിയിലും ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കറിയാം, എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ള ആൾക്കറിയാം, ഞാൻ കൃത്യമായിട്ട് ആ മെസ്സേജിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ ഞാൻ ഒരു മറുപടി ചോദിച്ചിട്ട് ഞാൻ തന്നിട്ടില്ലെന്ന്? ഒരാൾക്കും പറയാനുണ്ടാവില്ല. അത്രമേൽ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത്, നമുക്ക് പുതിയ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് അടിച്ച് മുന്നോട്ട് പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്നു. അടുത്ത മറ്റൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കല് അല്ലെങ്കിൽ നീട്ടിവെക്കല്. ഒന്നും വേണ്ട, ഈ ആഴ്ച വേണ്ട, ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ ചേരാം ക്ലാസ്സിൽ, ഈ ആഴ്ച പറ്റുള്ള സാർ ഞാൻ പരമാവധി നോക്കി, നടന്നില്ല, അടുത്ത ആഴ്ച നമുക്ക് നോക്കാം, അടുത്ത ആഴ്ചയും ചെയ്യില്ല. അപ്പൊ ആ അടുത്ത ആഴ്ച വരുമ്പോൾ ചിന്തിക്കുകയോ ഈ ആഴ്ച എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റില്ല, ഇനി ഒരാഴ്ചക്കൊക്കെ ആയിട്ട് ഒരിക്കലും സംഭവിക്കില്ല. അത് മടി നീട്ടിവെക്കൽ എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റൊരു നെഗറ്റീവ് ബ്ലോക്കാണ് പ്രിയപ്പെട്ടത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നിങ്ങൾ ചിന്തിക്കുക, പലരും പറയും 1499 സാർ ഈ ആഴ്ച പൈസ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്കൊരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 5 ലക്ഷം വേണമെങ്കിൽ 5 ലക്ഷം, 10 ലക്ഷം രൂപ വേണമെങ്കിൽ നിന്ന നിപ്പിൽ നിങ്ങൾ ഉണ്ടാക്കും. എല്ലാവരും, ശരിയാണോ? എല്ലാവരും ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾക്ക് പൈസയല്ല പ്രശ്നം, നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്നുള്ള സംശയത്തിൽ നിങ്ങൾ നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് പറ്റും? അങ്ങനെ നിന്ന് വീണ്ടും 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 അടുത്ത ഗുരുതരാവസ്ഥയിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുന്നു, നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു, പ്രശ്നങ്ങളിലേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, അതിലുള്ള വഴിയും ഞാൻ തുറന്നു തരാം. നിങ്ങൾ വേണ്ട രീതിയിൽ ഒരുക്കി നിങ്ങളെ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് നീർച്ചാലുകൾ പോലെ പണം വരുന്ന വഴികൾ ഓപ്പൺ ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് പലരും പറഞ്ഞു എനിക്ക് അത്രയും സ്വർണം പണയം വെച്ചിട്ടുണ്ട്, എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിന് എന്ത് ഞാൻ ചെയ്യണം? നിങ്ങൾക്ക് എന്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര കടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്യാഷ് ആണല്ലോ ഇതിന് ആവശ്യം. ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ പണയം വെച്ചത് തിരിച്ചെടുക്കാം, കടം വീട്ടാൻ സാധിക്കും. അപ്പൊ എല്ലാത്തിനും ക്യാഷ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ക്യാഷിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പണം എന്ന് പറയുന്ന അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. പലർക്കും സമ്പത്തിനെ കുറിച്ച് പേടിയാണ്. സമ്പത്ത് കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലൊരു ഭയമാണ്. ഇത് മറ്റൊരു നെഗറ്റീവ് ബ്ലോക്കാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ബാല്യകാലം മുതല്, നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ മുതല് നമുക്ക് നമ്മുടെ മാതാപിതാക്കള്, അതുപോലെ അധ്യാപകര്, ചുറ്റുപാടുള്ളവര്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഇവരൊക്കെ തന്നിട്ടുള്ള ചില തെറ്റായിട്ടുള്ള പഠിപ്പിക്കൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയി, നമ്മുടെ ബാല്യകാലത്ത് മുതൽ. ഓക്കെ, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബോധ മനസ്സിൽ. അതൊരു വലിയ ബ്ലോക്കാണ്. ആ ബ്ലോക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങളിലേക്ക് പണം വരില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളിലേക്ക് പണം വരില്ല. അപ്പോ ഇത്തരം ഒരുപാട് ബ്ലോക്കുകൾ നിങ്ങളുടെ മാറ്റാനുണ്ട്. അപ്പോ ഈ ബ്ലോക്കുകൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് പ്രകാശം വരാൻ തുടങ്ങും, പല ഓപ്പണിംഗ് വരാൻ തുടങ്ങും, പണത്തിന്റെ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതിനുള്ള അവസരമാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ,
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നാളത്തേക്ക് നീട്ടിവെക്കരുത്. അത് ഈ ക്ലാസിന്റെ കാര്യമൊന്നല്ല, ജീവിതത്തിൽ എന്ത് കാര്യമാണ്. നീട്ടിവെക്കൽ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയിലേക്ക് വഴിതെളിക്കുന്നുള്ള. അടുത്തത് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ടോക്സിക് റിലേഷൻഷിപ്പ്. ടോക്സിക് റിലേഷൻഷിപ്പ്, സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് അൺസപ്പോർട്ടീവ് ഓർ നെഗറ്റീവ് പീപ്പിൾ ലോവേഴ്സ് യുവർ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം. നീയൊന്നും വിചാരിച്ച ഒന്നും നടക്കില്ല, നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ല. നമ്മളെ അംഗീകരിക്കാത്ത, നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കാത്ത, നമ്മുടെ നന്മയിൽ സന്തോഷിക്കാത്ത ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല അവരെ. ഓക്കെ, നമ്മൾ വിജയത്തിൽ, നമ്മുടെ കുറവുകളിൽ നമ്മോടൊപ്പം നിൽക്കുകയും നമ്മുടെ വിഷമത്തിൽ നമ്മോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ കുറ്റം പറയും, നമ്മൾ ഓരോ കാര്യങ്ങളും നെഗറ്റീവ് പറയും, നമ്മളെ ചവിട്ടി താഴ്ത്തുകയും കളിയാക്കുകയും അതുപോലെ ഇൻസൾട്ട് ചെയ്തൊക്കെ നമ്മളെ ഒരുപാട് ആളുകൾ, നീ ഒന്നും എന്ത് ചെയ്താലും നീ ഒന്നും ഗതി പിടിക്കില്ല, അവനൊന്നും ചൊവ്വാവില്ല, അവൻ കഴുതയാണ്, പൊട്ടനാണ്, കഴുതയാണ്, പൊട്ടിയാണ്, കറുത്തവളാണ്, സൗന്ദര്യമില്ല, അവള് വിചാരിച്ച് എന്ത് നടക്കാൻ ഇവിടെ. ഇങ്ങനെയൊക്കെ നിങ്ങളെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ളവരെ ഫോട്ടോ നിങ്ങൾ എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ തളർന്നു പോകുന്ന സമയത്ത് ഈ ഫോട്ടോ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആവേശം കൊള്ളും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ തളർന്നു പോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത, കളിയാക്കിയ, ചവിട്ടി താഴ്ത്തിയ, നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ അവരുടെ മുന്നിൽ നിങ്ങൾ വിജയിച്ച് കാണണം, അല്ലെ? വിജയിച്ച് കാണിക്കണം. അങ്ങനെ നിങ്ങൾ മധുര പ്രതികാരമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെന്ത് ചെയ്യണം? നിങ്ങൾ അടുത്ത വഴികളിലേക്ക് നിങ്ങൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കണം. അല്ലാതെ നിങ്ങൾ ഈ വീഴ്ചയിൽ, നിങ്ങളെ ചവിട്ടി താഴ്ത്തിയവരുടെ മുന്നിൽ തളർന്നു പോവുകയല്ല ചെയ്യേണ്ടത്, വളരെയാണ് ചെയ്യേണ്ടത്. തളരാൻ എല്ലാവർക്കും പറ്റും, അത് ഈസിയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അങ്ങനെ പോയിക്കോളും. പക്ഷെ വളരാനാണ് ബുദ്ധിമുട്ട്, അല്ലെ? അപ്പൊ നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തി ഇതുപോലുള്ള നെഗറ്റീവ് പറയുന്ന ആളുകൾ നിങ്ങൾ അകന്നു നിൽക്കുക, അവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർ നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും നിങ്ങളുടെ കൂടെ നിൽക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ ഒപ്പം നിന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ നിങ്ങളുടെ കുറ്റം പറയുന്നവരായിരിക്കും അവര്. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെ നെഗറ്റീവ് കേൾക്കാനും പോവുകയും നെഗറ്റീവ് പറയാനും പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഫ്രീക്വൻസി നെഗറ്റീവിലേക്ക് മാറും. ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പദമൊക്കെ ചിലർക്ക് പറയുമ്പോൾ പെട്ടെന്ന് പിടിയിട്ടില്ല, നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ ഡീറ്റെയിൽ ഒക്കെ പഠിപ്പിച്ചു തരാം. അപ്പൊ നമ്മുടെ ഈ എനർജി ഫ്രീക്വൻസി താഴ്ന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ നമ്മളിലേക്ക് വരുന്നത് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് മാറുള്ളൂ, പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുള്ളൂ. ഓക്കെ, ഈ ഹൈ ഫ്രീക്വൻസിയിൽ ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ എല്ലാ ക്ലാസ്സും ഡാൻസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നവരാണ് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ളവരെല്ലാം. അത് ക്ലാസ്സിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ എല്ലാവരും ഫ്രീക്വൻസി ഹൈ ആയി മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, ഇത്തരക്കാരെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഓക്കെ, അതുപോലെ ഇംപേഷ്യൻസ്. ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു അക്ഷമയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെച്ചു, നമ്മുടെ ദിവസം നന്ദി പറയേണ്ട കാര്യങ്ങൾ നന്ദി പറയണം. നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം മാറുള്ളൂ. ഇപ്പൊ ബീനമാൻ പറഞ്ഞു, അതുപോലെ ഓരോ വ്യക്തിയുടെ അനുഭവം, അവര് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ അവരിലേക്ക് വന്നു തുടങ്ങുള്ളൂ. കൂടുതൽ കൂടുതൽ നന്ദി പറയേണ്ടുന്ന കാര്യങ്ങളെ യൂണിവേഴ്സ് നമ്മിലേക്ക് ഒരുക്കി തരും. അപ്പോ നമ്മള് പല കാര്യങ്ങൾക്ക് നമ്മൾ വിചാരിച്ച, ചില ആളുകൾ വിചാരിക്കും ഇപ്പൊ തന്നെ നമുക്ക് നടക്കണം, ഈ നിമിഷം നടക്കണം, എന്തുകൊണ്ട് ഈ നിമിഷം നടന്നില്ല, ഇങ്ങനെ അക്ഷമരാവരുത്. കാരണം നമ്മളൊരു വിത്ത് പാകി കഴിഞ്ഞാൽ, മണ്ണിലൊരു വിത്ത് പാകി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം പോയിട്ട് വീണ്ടും അത് മണ്ണ് മാന്തി നോക്കുവോ? ആ വിത്തിന് മുള വന്നെന്ന് നോക്കുവോ? ഇല്ലല്ലോ, ഇല്ലേ? അതുപോലെ നമ്മൾ ഈ അടുത്ത ദിവസം എനിക്ക് 15-ാം തീയതി കൊടുക്കാനുള്ള ക്യാഷാണ്, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർത്ത് 15-ാം തീയതി എന്നുള്ള രീതിയിൽ അക്ഷമരാവരുത്. നിങ്ങൾ യൂണിവേഴ്സിൽ ഉറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ സാധ്യമാക്കി തരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അക്ഷമരാവാതെ നിങ്ങൾ ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും, അത് 100% ഗ്യാരണ്ടിയാണ്. ആ റിസൾട്ടുകളാണ് നേരത്തെ കേട്ടത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മിലുള്ള ഒരു ചൂട് തണുത്ത് പോവാതിരിക്കാൻ നമ്മുടെ ചുറ്റും ചൂട്, അല്ലേ? നമ്മൾ തണുത്ത് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ചുറ്റും ചൂട് വേണം. ആ ചൂടാണ് നമ്മളെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സും അതിന്റെ അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ്സും ഇതുപോലെ പല പല ക്ലാസ്സുകൾ, ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇതുപോലെ എല്ലാ ക്ലാസ്സും കേട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കുക. കാരണം എന്തിനാണ്? നമ്മളുടെ ചൂട്
തണുത്ത് പോകാതിരിക്കാൻ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ അവർ ഇതുപോലെ ക്ലാസ്സിൽ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ പങ്കെടുത്തവരായിരിക്കില്ല, അല്ലെങ്കിൽ ഇതുപോലെ ക്ലാസ്സിൽ പങ്കെടുത്തവരായിരിക്കില്ല. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അവരിൽ നിന്ന് നിങ്ങൾ ഈ ചൂട് ചുറ്റും സംഭരിച്ചുണ്ടാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളിൽ ഈ ക്ലാസ് നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ഒരു വലിയ തിരമാലകളുള്ള കടലില് ഒരു ബോട്ട് പോകുന്നുണ്ട് അല്ലെ? ആ ബോട്ട് പോകുമ്പോ ആ തിരമാലയിൽ കീറി മുറിച്ച് ബോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ആ ബോട്ടിനകത്ത് ശക്തമായ ഒരു എഞ്ചിൻ വേണം. എഞ്ചിൻ ഓഫായി പോയി കഴിഞ്ഞാൽ ആ തിരമാലകൾക്കൊപ്പം തന്നെ ആടി ഉലഞ്ഞ് ഈ കപ്പൽ പോകും, അല്ലെങ്കിൽ ബോട്ട് പോകും. ശരിയല്ലേ? അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ശക്തമായ ഊർജ്ജം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്ലാസ്സിൽ വീണ്ടും 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 കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്, അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കുക, ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. എല്ലാവരും പറയുന്ന കാര്യം, ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് സദാ ഒരുക്കമാണ്. നിങ്ങൾ ഇതിലേക്ക് വന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്ര തവണ വേണമെങ്കിലും എന്ത് കാര്യം വേണമെങ്കിലും പഠിപ്പിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. ശനിയാഴ്ച നടക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇനി കുറച്ച് സീറ്റുകൾ കൂടിയുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ബ്ലോക്കുകളും മാറി നിങ്ങളുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലും സമാധാനത്തിലും സന്തോഷത്തിലും അനുഗ്രഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇതുപോലെ നാളെ ഇതുപോലെ ക്ലാസ് റൂമിൽ നിങ്ങൾക്കൊരു സന്തോഷം പങ്കുവെക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം പങ്കുവെക്കാനുണ്ട്. സാറേ, ഇന്ന് എനിക്ക് ഇത്രയും വലിയൊരു അനുഭവം ഉണ്ടായി. ഇനിയുണ്ട്, വേറെ പലരുണ്ട്, ഞാൻ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അവരൊക്കെ സന്തോഷം കൊണ്ട് സാറേ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നെ വിളിച്ചിട്ട് പറയുന്നതാണ്. കാരണം നന്ദി പറഞ്ഞാൽ തീരുന്നില്ല ആ ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആ സന്തോഷത്തിലേക്ക് വരണം. നിങ്ങൾ എല്ലാവരും സമൃദ്ധിയിലേക്കും വരണം എന്നുള്ളത്, അതിനാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഓക്കെ, മീനു മാം എന്താണ് ഇടയ്ക്ക് പറയാൻ വന്നത്? പറഞ്ഞോളൂ. അതായത് പിന്നെ ഈ സിൽവർ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അന്നേരം ക്യാഷ് ഇല്ല ആക്ച്വലി. പക്ഷെ ഞാൻ അത് എടുത്തില്ലായിരുന്നെങ്കിൽ എന്തോ ഒരു നഷ്ടമാകുമായിരുന്നു. അത് അതിനുശേഷം ഗോൾഡ് വരെ ഞാനിപ്പോ എടുത്തു കഴിഞ്ഞു അല്ലെ. അപ്പൊ അത് എവിടെ നിന്ന് ക്യാഷ് വന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഡേ ബൈ ഡേ എന്റെ പേയ്മെന്റ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾക്കും ബാങ്കിലേക്ക് ക്യാഷ് എത്തുന്നുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് വേറെ ആരോടെങ്കിലും ഒക്കെ ദേഷ്യം അതൊക്കെ നമ്മൾ മാറ്റണം. തീർച്ചയായിട്ടും അവരോടൊക്കെ നമ്മൾ രമ്യതപ്പെട്ട് നല്ല രീതിയിൽ അതെല്ലാം മാറിക്കഴിയുമ്പോ തന്നെ നമ്മുടെ മണി ബ്ലോക്ക് മാറും. ശരിക്കും എനിക്കിപ്പോ അതാണ് ബിലീവ് ചെയ്യുന്നത്. ഞാൻ അതേപോലെ താങ്ക്സും ഇതും പറയാം. അപ്പൊ ഇത് സ്പെഷ്യൽ ഒരു ഇതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാം. അതാണ് എന്താ ബിനമൻ പറഞ്ഞ പോലെ, നമുക്ക് പൈസ അപ്പോ ഇല്ലെങ്കിൽ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ പണം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ. എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കണം തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ ആ പണം നിങ്ങളിലേക്ക് ഏതെങ്കിലും വഴിക്ക് വന്നു ചേരുക തന്നെ. ഇപ്പൊ അതാണ് ബിനമാം പറഞ്ഞ. അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഇപ്പൊ ബിനമാം സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് കഴിഞ്ഞു, അവർക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒരുപാട് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങി. സമ്പത്തിന്റെ പുതിയ ബിസിനസിന്റെ പുതിയ വഴികൾ ഓപ്പൺ ചെയ്ത് കിട്ടാൻ തുടങ്ങി. ആ സന്തോഷം വരാൻ തുടങ്ങി. അപ്പോ ആ ബ്ലെസ്സിങ് വീണ്ടും വീണ്ടും ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അടുത്ത അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ്സിലേക്ക് ഇപ്പോ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അഡ്വാൻസ് ലെവൽ ക്ലാസ് ആണ് ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ് എന്ന് പറയുന്നത്. സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ആ ക്ലാസ് നമ്മുടെ വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. ഇപ്പൊ അഡ്വാൻസ് ലെവൽ ക്ലാസ് ഒരു ബാച്ച്. അപ്പൊ ഒരു ദിവസത്തിൽ 7 മണി മുതൽ 8 മണി വരെ, 8 മണി മുതൽ 9 മണി വരെ, 9 മുതൽ 10 മണി വരെ, ഇങ്ങനെ 2-3 ബാച്ചുകളായിട്ട് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ഇതിലേക്ക് വന്നിട്ട് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ അധികം ഞാനത് നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ ഏറ്റവും സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹം എനിക്കുണ്ട്. എന്റെ ക്ലാസ്സിൽ വരുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ച് എനിക്കുള്ള അത് തന്നെയാണ്. ഒപ്പം തന്നെ ചില ആളുകൾ മാജിക് സ്റ്റോണിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ട്. അത് ഞാൻ പറയാം. മാജിക് സ്റ്റോൺ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയുള്ള മാജിക് സ്റ്റോൺ നമ്മൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും അയക്കാം. 150 രൂപയാണ് അതിന്റെ വില വരുന്നത്. അത് പേഴ്സണൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത് നമുക്ക് ഒരു ക്രിസ്റ്റൽ എനർജി ചാർജ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തരുന്ന ഒരു സ്റ്റോൺ ആണ്. അത് കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ളവർക്ക് പോലും വലിയ അത്ഭുതങ്ങൾ പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. അത്രയും പോസിറ്റീവായിട്ട് അവർ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് വലിയ വലിയ ബ്ലെസ്സിങ് ആയിട്ട് ജീവിതത്തിൽ വരും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വരിക, നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഇനി ആർക്കെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ.
ഓക്കെ, അപ്പൊ ആർക്കും സംശയമൊന്നുമില്ല വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതടുത്ത് ഈ ശനിയാഴ്ച ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ. ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് പങ്കെടുക്കാം. സൂം ആപ്പിലാണ് ക്ലാസ്. അതുകൊണ്ട് ചില ആളുകളൊക്കെ ചോദിക്കും, സാർ ഇത് എവിടെയാണ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രൈവസിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം. എങ്ങും പോരേണ്ടതില്ല, എങ്ങും പോകേണ്ടതില്ല. നമ്മൾ മൊബൈലിൽ വെച്ചിട്ട് തന്നെ കമ്പ്യൂട്ടറിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും എല്ലാവിധ നന്മകളും സമൃദ്ധിയായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ ഇതുപോലെ ഫ്രീ ക്ലാസ്സുകളൊക്കെ വേറെ ഇനിയും തരുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ, വെബിനാറുകളും. ഇനി അടുത്ത ദിവസം തന്നെ യൂട്യൂബ് ലൈവ് വരുന്നുണ്ട്. വെള്ളിയാഴ്ച മിക്കവാറും യൂട്യൂബ് ലൈവും കൂടി ഞാൻ അന്നൊരു ക്ലാസ് തരുന്നുണ്ട്. അപ്പൊ ഈ പല വഴിക്കും ഞാൻ നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ശ്രമം ഞാൻ എന്റെ ഭാഗത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടി സഹകരിച്ച് എന്നോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണ വിജയം ഞാൻ ഉറപ്പു തരുന്നു. ഇത് വിശ്വസിച്ച് പ്രാക്ടീസ് ചെയ്ത് എന്റെ കൂടെ വരുന്ന എല്ലാവർക്കും 100% റിസൾട്ട് ഗ്യാരണ്ടിയാണ്. ഓക്കെ, ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക. അതിന്റെ പ്രൊസീജിയർ കാര്യം ചെയ്യുക, നിങ്ങളെ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണായിട്ട് മെസ്സേജ് ചെയ്തോളൂ, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഷീജ മാം എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷം. മറ്റൊരു മെമ്പറാണ് കേട്ടോ, സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുത്ത കണ്ണൂരിൽ നിന്നും ഷീജ മാം ആണ്. 1-2 വാക്ക് പറഞ്ഞു തന്ന് ഇവർക്ക് വേണ്ടിയിട്ട്. എന്താണ് അനുഭവം? 100% സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറപ്പാണ്. ഉറപ്പുള്ള കാര്യമാണ്. ഞാനിപ്പം ബീനാമാം പറഞ്ഞ പോലെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് തീവ്രമായി ഞാൻ ആഗ്രഹിച്ചു. ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, ആദ്യം എനിക്ക് പിറ്റേ ദിവസം ക്യാഷ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറിനോട് പറഞ്ഞു ഞാൻ നാളെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് പിന്നെ ഞാൻ ജോയിൻ ചെയ്യൂന്ന് പറഞ്ഞു. ആ പൈസ ഇരിക്കെ തന്നെ അടുത്ത പൈസ 15,000 രൂപ വീണ്ടും കയറി. പറയാൻ വയ്യ, സൂപ്പറാണ്. നല്ല അനുഭവം ഉണ്ട്. എല്ലാവർക്കും നല്ല അനുഭവം ഉണ്ടാവും. കണ്ടോ, ഇതാണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിന്റെ റിസൾട്ടുകൾ. കണ്ടോ? അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ചാടി എഴുന്നേറ്റ് നിങ്ങൾക്ക് പറയാൻ സന്തോഷങ്ങളും അനുഭവങ്ങളും ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സന്തോഷത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി, ഇനിയും നിങ്ങൾ കരഞ്ഞും വിഷമിച്ചും സങ്കടപ്പെട്ടും ബാധ്യതകളെ പറ്റിയും 5 പൈസ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞിരിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ അതിന് അവസ്ഥയിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മോചനം കിട്ടി നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തിന്റെ വഴികൾ നിങ്ങളിലേക്ക് വന്നു ചേരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. എല്ലാവർക്കും അവസരമുണ്ട്, നിങ്ങളുടെ മുന്നിൽ അവസരമുണ്ട്. ഈ അവസരം കിട്ടുന്ന അവസരത്തെ ഉപയോഗിക്കുക. ആ അവസരത്തെ ഉപയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി ഞാനത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വെള്ളിയാഴ്ച കാണാം. വെള്ളിയാഴ്ച ഫ്രീ ക്ലാസ് വീണ്ടും വരുന്നത് യൂട്യൂബിൽ ലൈവ് ആണ് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസും ലിങ്കൊക്കെ ഞാൻ അയക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. Thank you, sir. Good night. Thank you, sir. Thank you, sir.